ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു അത് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു, നീ എൻ്റെ വീട്ടിൽ വന്ന അവൾ ജീവിക്കേണ്ടതിന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, യായിറോസ് ദൈവവിശ്വാസിയാണ്. യായിറോസിന് യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. തൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലായിരിക്കുമ്പോൾ യേശു വന്നു കഴിഞ്ഞാൽ തൻ്റെ മകൾക്ക് സൗഖ്യമുണ്ടാകും എന്ന വിശ്വാസം യായിറോസിനുണ്ടായിരുന്നു. അത്യാസന്ന നിലയിലായിരിക്കുന്ന തൻ്റെ കുഞ്ഞിന് യേശു വന്നു കഴിഞ്ഞാൽ ഒരു വിടുതലുണ്ടാകും. അതുകൊണ്ട് യായിറോസ് യേശുവിനോട് വളരെ അപേക്ഷിച്ചു. അങ്ങനെ യേശു യായിറോസിൻ്റെ അപേക്ഷ സ്വീകരിച്ച് യായിറോസിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന മാത്രയിൽ 12 വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുന്നു. തൊട്ട ഉടനെ ശക്തി പുറപ്പെടുകയും ആ സ്ത്രീക്ക് ക്ഷണത്തിൽ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. യേശു ആ സ്ത്രീയോട് സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വാക്ക് എടുത്തുദ്ധരിക്കുന്നുണ്ട്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? അപ്പോൾ യായിറോസ് ഗുരുവിനെ അസഹ്യപ്പെടുത്തുകയാണ്. യായിറോസ് യേശുവിൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ്. അവൻ യേശുവിനെ അസഹ്യപ്പെടുത്തുകയാണ്. അസഹ്യപ്പെടുത്തിയാൽ എന്തു സംഭവിക്കും? യേശു കർത്താവ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളതിന് ശിഷ്യന്മാരോടൊരു ഉപമ പറഞ്ഞു. ഒരു വിധവയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യന് ശങ്കയില്ലാത്ത ഒരു ന്യായാധിപൻ്റെ അടുക്കൽ വന്ന് അവൾ തൻ്റെ വിഷയത്തിന്മേൽ ഒരു വ്യവഹാരം നടത്തുവാൻ അപേക്ഷിക്കുകയാണ്. തുടർമാനമായി ആ മനുഷ്യൻ്റെ അടുക്കൽ അവൾ വന്നുകൊണ്ടിരുന്നു. അവൾ അവനെ അസഹ്യപ്പെടുത്തുന്നത് കണ്ട് അവൻ അവളുടെ വിഷയത്തിൽ ഇടപെട്ടു, അവളെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുവിനെ അസഹ്യപ്പെടുത്തുന്ന യായിറോസിനെ നാം കാണുകയാണ്. എന്നാൽ ഇന്ന് പകൽ എന്തു വാർത്തയാണ് യായിറോസ് കേട്ടത്? നിന്റെ മകൾ മരിച്ചു പോയിരിക്കുന്നു. ഇതിൻ്റെ പുറകിൽ പിശാചിൻ്റെ ഒരു തന്ത്രമുണ്ട്. യായിറോസിനെ യേശുവിനെ പിന്തുടരുന്നതിൽ നിന്നും പുറകോട്ട് വലിക്കണമെങ്കിൽ, യേശുവിനെ അസഹ്യപ്പെടുത്തുന്നതിൽ നിന്നും യായിറോസ് പിന്മാറണമെങ്കിൽ യായിറോസിൻ്റെ വിശ്വാസം തകർക്കണം. അങ്ങനെ യായിറോസിൻ്റെ വിശ്വാസം തകർക്കാൻ ഒരു പ്രവൃത്തി അവിടെ നടന്നു. ആ മകൾ മരിച്ചുപോയി. ഇത് യേശു കേട്ടപ്പോൾ യേശു യായിറോസിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ ഇതുവരെയും പിടിച്ച വിശ്വാസം അങ്ങനെ തന്നെ മുറുകെ പിടിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ബാക്കി മുഴുവനും ചെയ്യാൻ പോകുന്ന ഞാനാണ്. നീ വിശ്വസിക്കുക,
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുവാൻ, വിശ്വാസത്തിൽ നിന്ന് നിന്നെ പുറകോട്ട് വലിക്കുവാൻ ശത്രു തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിന് നടുവിലൊന്നും പതറിപ്പോകാതെ ഗുരുവിനെ ഉണർത്തിക്കൊണ്ടേയിരിക്കുക. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.